ഹായ്, ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. വസ്തുതയിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ലൈവിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം, വേണമെന്നുള്ളവർക്ക് കയറി കാണാം. ആൻഡ് ഞാൻ ചെറുതായിട്ടൊരു ചെറിയ രീതിയിൽ പറയുന്നുള്ളൂ, കാരണം 1 മണിക്കൂർ ലൈവ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് അതിൻ്റെ ചെറിയൊരു വിവരണമാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ശ്രീലക്ഷ്മി അറക്കൽ ഓഡിഷന് പോയിട്ട് ശ്രീലക്ഷ്മിയെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊരു പരാതി രൂപയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും എന്തോ മഹത്തായ കാര്യം പറയുകയാണ്. അതായത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും അതിനെ പുള്ളിക്കാരി ഇരയാക്കപ്പെട്ടു എന്ന ടോണിലൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ചെല്ലുമ്പോൾ പുള്ളിക്കാരി അത് പറയുന്നില്ല. ശ്രീലക്ഷ്മിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല എന്ന് പറയുന്നു. പക്ഷേ അതിനകത്ത് അത് അങ്ങനെ ഉണ്ടെന്ന് പുള്ളിക്ക് തെളിവും ഉണ്ടെന്ന് പറയുന്നു. എന്താണ് കഥയെന്ന് അറിയത്തില്ല. വാസ്തവത്തിൽ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശ്രീലക്ഷ്മിയെ അതിനകത്തേക്ക് ഓഡിഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കടവും ധനവും ഒക്കെ വാങ്ങിച്ച് ഡ്രസ്സും കോസ്മെറ്റിക്സും ഒക്കെ വാങ്ങിച്ച് അതിനകത്ത് പോയി ഓഡിഷനൊക്കെ നടത്തിയിട്ട് നല്ല അതിബുദ്ധിയുള്ള നല്ല ടാലൻ്റ് ഉള്ള നന്നായി പെർഫോം ചെയ്തിട്ട് വീട്ടിലേക്ക് വന്ന അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡേ വരെ പുള്ളി എക്സ്പെക്ട് ചെയ്തു, കിട്ടിയില്ല. പുള്ളിക്കാരത്തേക്ക് കിട്ടാതെ വന്നപ്പോൾ പുള്ളിക്കാരത്തി ഇടനിലക്കാരിയായ ആരോടോ ചോദിച്ചു. ദിയാസനെ എന്നാണ് എൻ്റെ ഒരു ഊഹം. ആ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത്, ഇല്ല, നീ അങ്ങോട്ട് വിളിച്ചാലേ പറ്റുള്ളൂ, നീ അങ്ങോട്ട് വിളിക്കണ്ടേ, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടിയിരുന്നു, അതൊക്കെ നീ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് വന്നത്. അതിൽ നിന്നാണ് പുള്ളിക്കാരത്തേക്ക് എവിഡൻസ് കിട്ടിയെന്ന് പറയുന്നു. പിന്നൊരു കാര്യം പറയുന്നത്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ പോലും വന്ന് അവളോട് കൺഫസ് ചെയ്തിരുന്നു. ജഡ്ജി ആയിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ശ്രീലക്ഷ്മിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഒരു വേദന, അതിൻ്റെ ഒരു ദേഷ്യം, ഇനി എനിക്ക് അതിനകത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് താല്പര്യമില്ല, എന്നെപ്പോലെ ടാലൻ്റുള്ള രാഷ്ട്രീയം പറയുന്ന ഒരാൾ അതിനകത്തേക്ക് എടുത്തില്ല എങ്കിൽ അത് അവരുടെ നഷ്ടമെന്നാണ് പറയുന്നത്. ഈ കുട്ടിക്ക് ശരിക്ക് അതിൻ്റെ കാസ്റ്റിങ്ങിന് പോയപ്പോഴും സമയത്തും ഈ കുട്ടിക്ക് അതിൻ്റെ ഓഡിഷന് പോയ സമയത്തും പുള്ളിക്കാരത്തേക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ പറയുന്ന പ്രസ്തുത ഷോ ഒരു പേഴ്സണെ ഓറിയൻറ്റ് ചെയ്തിട്ടാണ്, അല്ലാതെ അതിനകത്ത് പൊളിറ്റിക്സോ റിലീജിയനോ ഒന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ബുദ്ധിയില്ലാതെ ബോധമില്ലാതെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിൻ്റെ ആൾക്കാർ തീരെ പൊട്ടയായ ഇവിടെ അതിനകത്ത് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ടൈം യെല്ലോ കാർഡ് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. എനിഹൗ, ഏതായാലും ശ്രീലക്ഷ്മിക്ക് അവിടെ വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാസ്റ്റിംഗ് കൗച്ചിനും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലാതെ ഒന്നിനും വിളിച്ചിട്ടുണ്ട്. ഓഡിഷന് പോയിട്ട് ഒരുപാട് ചിലവായി, ട്രാഫിക്കിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. ഇതൊക്കെയാണ് പുള്ളിക്കാരത്തി കാരണം പറയുന്നത്. ഇനി എന്തിനാണ് അതിനകത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള നല്ല പോപ്പുലറായ ഒരുപാട് വിദ്യാഭ്യാസവും വിവരവുമുള്ള മാഡം പറയുന്നത്, അമ്മയുടെ വീട് മച്ച് പൊട്ടിക്കിടക്കുകയാണ്, അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് 1 ലക്ഷം രൂപ വേണം, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പം ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് ഹ്യൂജ് പൈസ അതിൽ നിന്ന് കളക്ട് ചെയ്യുക എന്നൊരു ടൈമാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്. അല്ലാതെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും തൻ്റെ പേഴ്സണാലിറ്റി 10 പേർക്ക് കാണിച്ചു കൊടുക്കണമെന്നും താനൊരു റോൾ മോഡലാണെന്ന് കാണിച്ചു കൊടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. 10 പേര് അറിയണം എന്നുള്ള രീതിയിലുമില്ല. ഓൾറെഡി ഇത്രയധികം ഡെവലപ്മെൻറ്റ്സും അറിവും ഒക്കെയുള്ള എല്ലാവരുടെ ഇടയിലും ഒക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു വ്യക്തിക്ക് പിന്നെ ഇനിയിപ്പോൾ എന്തിനാ വേറൊരു പുതിയ സുന? അപ്പോൾ അത് തന്നെ ഒരു അങ്ങും തൊടാതെ ഇങ്ങും തൊടാതുള്ള വർത്തമാനമായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീലക്ഷ്മിക്ക് കിട്ടാക്കറുവാണ്. അതായത് കിട്ടാമുന്തിരി പുളിക്കും എന്ന ടൈമിലാണ് ഇത് പറഞ്ഞത്. ഏതായാലും ഡീറ്റെയിൽഡ് വേർഷൻ ഞാൻ ലൈവിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കയറി കാണണം എന്ന് ഒരാഗ്രഹമുണ്ട്. താല്പര്യമുള്ളവർ കയറി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.